അയാൾ കൂടുതലുണ്ടെന്ന് പിന്നെ മുഖത്തേക്ക് കുത്തുകയും കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവർ എല്ലാവരും കൂടി തടഞ്ഞു വെച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പിന്നെ എന്തോ ആയുധേറ്റ് കുത്തി മുറിവേൽപ്പിക്കാനുണ്ടായത്. വീട്ടിൽ കിടന്നുറങ്ങുന്ന അവനെ വിളിച്ചിട്ട് കടയിലേക്ക് കൊടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ ചെയ്തത്. വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ മുടിവെട്ടാൻ വേണ്ടി ഇരുത്തുന്ന ഒരു പലക ഉണ്ടായിരുന്നു. ആ പലക എടുത്ത് കണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അതേറ്റ് വീഴ്ചയാണ് ചെയ്തത്. അതിൽ ലൈവ് വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും കൂടെ എന്തോ തെറി പറഞ്ഞിട്ടും പിന്നെ ഇവര് എന്തോ ഒരു ഫോട്ടോ വെച്ചിട്ട് ട്രോളുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ അത് കുറച്ച് കൂടി, അതായത് ഫാമിലിയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി. ഭാര്യന്റെ ഫോട്ടോ എടുത്തിട്ട് ട്രോളുക. ഗൾഫിലുള്ള അളിയൻ ടിക്ടോക്കിൽ ചീത്ത പറഞ്ഞതിന് ബാർബർ ഷോപ്പിൽ കയറി യുവാവിനെ കുത്തിവീഴ്ത്തി 4 സംഘം. നിറമരുതൂർ പത്തമ്പാട് ആലിൻചുവട്ടിലാണ് സംഭവം നടന്നത്. കാറിലെത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. എന്താ സംഭവം അറിയില്ല. ആലഞ്ചുവട് സ്വദേശി പിലാത്തോട്ടത്തിൽ മുഹമ്മദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കോഴ്സും കോളേജും നോക്കി മടുത്തോ? എങ്കിൽ മൗലാന ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കടപൂട്ടിപ്പോയ തന്നെ അക്രമി സംഘം ഫോൺ ചെയ്ത് കടയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആക്രമിച്ചതെന്ന് മുഹമ്മദ് പറഞ്ഞു. ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഊണ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നജീബിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഷോപ്പിലേക്ക് വന്ന് ഞാൻ കടയിൽ കയറുമ്പോൾ അവർ ഈ കടയിൽ കയറിക്കാണ്ട് ഈ ഡോർ അടച്ചുകൊണ്ട് പിന്നെ അകത്തേക്ക് ഇട്ടുകൊണ്ട് ഒരു ഭീഷണി ഒരു ഉപദ്രവിക്കാൻ വരുന്ന രഥത്തിൽ തന്നെയാണ് അവർ കടയിൽ കയറി വന്നത്. പിന്നെ എന്നോട് കുറേ ശകാരിക്കുകയും പിന്നെ കച്ചറുണ്ടാക്കുകയും ചെയ്തു. ഞാൻ സംസാരിക്കുമ്പോഴേക്ക് ഇതിൻ്റെ കടയാണ്, നിങ്ങൾ പിന്നെ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് പിന്നെ അതൊന്നും കൂട്ടാക്കാതെ തന്നെ പുറത്തേക്ക് അവിടുന്ന് പുറത്തേക്ക് തള്ളി വിടുകയായിരുന്നു. അയാൾ കൂടുതലുണ്ടെന്ന് പിന്നെ മുഖത്തേക്ക് കുത്തുകയും കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവർ എല്ലാവരും കൂടി തടഞ്ഞു വെച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പിന്നെ എന്തോ ആയുധേറ്റ് കുത്തി മുറിവേൽപ്പിക്കാനുണ്ടായിരുന്നു. പരിക്കുകളിൻ്റെ തലക്ക് ചവിട്ടിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കാലിൻ്റെ ഈ ബട്ടക്സിൽ 3 കുത്തുണ്ട്. പിന്നെ എൻ്റെ തലക്ക് ചവിട്ടിയിട്ട് തല ഭയങ്കര ഇതാണ്. അതേപോലെ കടയിൽ നിന്ന് കൊടുത്ത് പുറത്തേക്ക് ഇട്ട് പിന്നെ എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ മുടിവെട്ടാൻ വേണ്ടി ഇരുത്തുന്ന ഒരു പലക ഉണ്ടായിരുന്നു. ആ പലക എടുത്ത് കണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അതേറ്റ് വീഴ്ചയാണ് ചെയ്തത്. അതിന് അവരെ പൊതിന് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്ത് പിന്നെ ആൾക്കാർ കൂടിയപ്പോൾ ഇവിടുന്ന് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് കുട്ടികളൊക്കെ അതിന് മുട്ടി വിളിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അവർ തുറക്കുന്നത്. തുറന്നപ്പോഴും ഞാൻ എനിക്ക് പിന്നെ വീണ്ടും ഇനി ഉപദ്രവിക്കുന്ന ലെവലിൽ അവരിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് റോട്ടുമിട്ട് അവിടെ ഇട്ടാണ് ചവിട്ടി കൂട്ടി, ഈ ഇന്റർലോക്ക് ഇട്ട ഭാഗത്ത് ഇട്ടുകൊണ്ട് ചവിട്ടി കൂട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിക്കാണ്ട് ഈ പലക എടുത്തുകാണ്ട് കുട്ടികളെടുത്തുന്ന പലക ഉണ്ടായിരുന്നു അതെടുത്തുക്കാണ്ട് ഞാൻ ചെയ്ത് അവരെ നേരൊക്കെ വീശി. അപ്പോൾ ഇതിന് പിന്നെ ആൾക്കാരെ കൂടുന്ന കണ്ടപ്പോൾ അവർ കാർ എടുത്തുകാണ്ട് പോവുകയും ചെയ്തു. കാറ് 4 പേരുണ്ടായിരുന്നു. നജീബ് എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഫോട്ടോ കണ്ടിട്ടുള്ള ഒരു പരിചയം ഉള്ളൂ. തിരൂർ BP അങ്ങാടി സ്വദേശി നജീബിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. പറവണ്ണ പുത്തങ്ങാടി സ്വദേശികളായ സുൽത്താൻ, ജംഷീർ എന്നിവരും കണ്ടാലറിയുന്ന മറ്റൊരാളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഗൾഫിലുള്ള മുഹമ്മദിന്റെ അളിയനും നജീബും തമ്മിൽ ടിക്ടോക്കിലൂടെ ഉണ്ടായ ചീത്തവിളിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുഹമ്മദിന്റെ സഹോദരൻ യാക്കൂബ് പറഞ്ഞു. എന്റെ അളിയനും പുതിയങ്ങാടിയിലുള്ള നജീബും പാട് ടിക്ടോക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം എന്റെ അനിയനാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ അനിയൻ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇവൻ പറഞ്ഞത് കേൾക്കാതായപ്പോഴാണ് ഞാൻ കയറി സംസാരിക്കുന്നത്. ഈ നജീബിന്റെ ഫോട്ടോ എന്റെ ഫോണിലേക്ക് വിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ നജീബിനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു. നജീബ് എൻ്റെ ഫാമിലിപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത് അവൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ അളിയൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈ തന്നിട്ട് പിരിഞ്ഞതാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് എൻ്റെ അനിയൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിന്നെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന അവനെ വിളിച്ചിട്ട് കടയിലേക്ക് കൊടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ ചെയ്തത്. ആരില്ലാത്ത സമയത്ത് വന്നിട്ട് കടൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് അവർ ആയുധം കൊണ്ട് 2-3 കുത്തുണ്ടായിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോലീസിൽ പോയിട്ട് പരാതി കൊടുത്ത് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ കടയ്ക്ക് ഇന്ന് മുതലേ കട തുറന്നിട്ടുള്ളൂ. ഇത്രയും ദിവസം കട ഞങ്ങൾ അവധിയായിരുന്നു. ടിക്ടോക്കിൽ ഒരു ലൈവ് വരുന്ന എന്തോ ഒരു പരിപാടി ഉണ്ട്, നമുക്കറിയില്ല, അതിന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിൽ ലൈവ് വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും കൂടെ എന്തോ തെറി പറഞ്ഞിട്ടും പിന്നെ ഇവർ എന്തോ ഒരു ഫോട്ടോ വെച്ചിട്ട് ട്രോളുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അതിൽ പിന്നെ അത് കുറച്ച് കൂടി, അതായത്
ഫാമിലിയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി. ഭാര്യന്റെ ഫോട്ടോ എടുത്തിട്ട് ട്രോളുക, അങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇവർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. പത്തമ്പാട്ട് 15 വർഷമായി ബാർബർ ഷോപ്പ് നടത്തുന്നയാളാണ് ബാർബേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ്. കട അകത്തു നിന്ന് പൂട്ടിയായിരുന്നു ആക്രമണം. 4 സംഘത്തിന്റെ കയ്യിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ടാണ്. കുതറിമാറി കുട്ടികളുടെ മുടിവെട്ടാൻ ഉപയോഗിക്കുന്ന പലകയെടുത്ത് വീശിയതോടെയാണ് സംഘം ചിതറിമാറിയത്. ഇതിനിടയിൽ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചു. ഇതോടെ കാറുമായി സംഘം രക്ഷപ്പെടുകയായിരുന്നു. മുഹമ്മദിനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയാണ് സംഘം എത്തിയിട്ടുള്ളത്. സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എഡിറ്റർ ലൈവ്, താനൂർ. ഈ വർഷം +2 കംപ്ലീറ്റ് ആക്കിയവരാണോ? കോഴ്സും കോളേജും നോക്കി മടുത്തോ? എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം. BSc മാത്തമാറ്റിക്സ്, BSc സൈക്കോളജി, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA സോഷ്യോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, BA എക്കണോമിക്സ്, BA ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BCom ട്രാവൽ ആൻഡ് ടൂറിസം, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, AICTE അംഗീകാരമുള്ള BBA, BCA കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ MA ഇംഗ്ലീഷ്, MCom എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത്. അഡ്വാൻസ്ഡ് ലാബുകൾ, എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു. മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും. അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ 9188270288.